ശംസുല്ലുലമ ഞങ്ങളേതാ, കണ്ണീരത്ത് ഞങ്ങളേതാ, അവരിലേക്കൊരു ഫാത്തിഹ. അതിന്റെ കൂട്ടരായാത്ത കാലത്തോടാണ് ഞങ്ങൾ കൈ നെഞ്ചത്ത് കെട്ടിയത് കൊണ്ടല്ലല്ലോ വേറെയായത്, ഞങ്ങൾ തുമ്പി വെക്കാതെ താഴെ വെച്ചത് കൊണ്ടല്ലല്ലോ വേറെയായത്, ഞങ്ങൾ പള്ളിക്ക് പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോയത് കൊണ്ടല്ലല്ലോ വേറെയായത്, സമാന്തരമുണ്ടാക്കിയത് ശംസുല്ലുലമാക്കെതിരെ പറഞ്ഞിട്ടല്ലേ, കണ്ണീയത്തിനെതിരെ പറഞ്ഞിട്ടല്ലേ. നല്ല പോലെ കേട്ടോ, എവിടെയുള്ള പുത്തൻവാദികള് മഹാനായ ശൈഖുന ശംസുല്ലുലമ മരിച്ചപ്പോ ഈ നൂറ്റാണ്ട് കണ്ട 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്, പരിഷ്കർത്താവാണെന്ന് പണ്ഡിതലോകം വിധി എഴുതിയ മഹാനായ ശൈഖുന ശംസുല്ലുലമ. ഉറക്കപ്പറ ശംസുല്ലുലമ. പേടിക്കണ്ട, ഇപ്പൊ എല്ലാവരും ശംസുല്ലുലമ. ഞങ്ങളെ കാട്ടി ഉഷാറിൽ ഇപ്പൊ എല്ലാ ബാക്കിയുള്ളവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാർ ശംസുല്ലുലമ മരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ പേപ്പറാണ്, മന്ത്ലിയാണ്, മാസികയാണ് എന്റെ കയ്യിലുണ്ട്. അതിന്റെ മലയാളം ഞാൻ കാട്ടിത്തരാം. പണ്ട് ഞങ്ങൾ എന്തെല്ലോ സ്റ്റേജ് കിട്ടിയിട്ട് മൈക്കിന്റെ തല ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് കിനാവ് കാണുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഉള്ളത് പറയുന്നു, സനത് മുത്തസിലായ തന്നെ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്നും അയാൾ ജമാഅത്തന്നെ, ഇന്നും അയാൾ ജമാഅത്തെ ഇസ്ലാമി എന്ന്. മാത്രമല്ല അയാളെ പോലൊത്തൊരു നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല. അയാളെ കാറ്റ് പോയി ഒരണ്ട കാര്യം. കാരണം അയാൾ തന്നെ ഉള്ളതില് അവർക്ക് മാത്രമല്ല ഓർക്കും. നമ്മുടെ കർണാടക ഘടക ജമാഅത്തെ ഇസ്ലാമിക്ക്, ആ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ശംസുല്ലുലമ മരിച്ച നേരത്ത് അവരുടെ പുസ്തകമായ പ്രബോധനത്തിൽ എഴുതി, ഞങ്ങളെ നട്ടല്ലൊടിഞ്ഞു. എന്ത് പറഞ്ഞ് മനസ്സിലായ? ശംസുല്ലുലമ മരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരനായ മനുഷ്യൻ പറഞ്ഞത് ഞങ്ങളെ നട്ടല് ഒളിഞ്ഞ്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇനി കുത്തു നിൽക്കാൻ കാല, ഞങ്ങളെ ഇത്ര നാൾക്കാലം ബടി പോലെ മൈക്കിന്റെ അവിടെയും മിമ്പറിലും ഇമാമത്തിന്റെ അവിടെയും മംഗളത്തിന്റെ അവിടെയും ബടി പോലെ ലിപ്പിക്കാൻ നിൽക്കാൻ ഞങ്ങൾക്കൊരു ധൈര്യമുണ്ടായത്, മുസ്ലിമാണെന്ന് പറയാൻ തന്റേടത്തോടെ എനിക്ക് നിൽക്കാൻ ഞങ്ങൾക്ക് ഊർജം പകർന്നത് ഷെയ്ഖുന ശംസുല്ലുലമയാണ്. ശംസുല്ലുലമ മരിച്ചോ, ഈ കീട മരണം മൂലം ഞങ്ങളെ നട്ടല് പൊളിഞ്ഞു. ഞങ്ങളെ ഭാഷ ചെയ്യില്ലെങ്കിൽ ഞങ്ങളെ നടുമുള്ള കണ്ടായി, ഇനി ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പൊ എല്ലാവരും ശംസുല്ലുലമാന്റെ വടിയിലേക്ക് എല്ലാവരും. അത് കാലമാണ്. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. SKSന്റെ പ്രവർത്തകർക്ക്, സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് ധൈര്യത്തോടെ പറയാം, ഞങ്ങൾ അന്നും ഇന്നും ഹക്കിലാണ്, സത്യത്തിലാണ്, സുന്നത്ത് ജമാഅത്തിലാണ്. കാരണം ഞങ്ങൾ അന്നും ഇന്നും ശംസുല്ലുലമാന്റെ ആളാ, കണ്ണിയത്തിന്റെ ആളാ. അവർ ഇന്ന് പറയുന്നു ശംസുല്ലുലമ ഞങ്ങളെ ആളാ, കണ്ണിയത്ത് ഞങ്ങളെ ആളാ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ശംസുല്ലുലമ അന്നും ഇന്നും എന്നും ഞങ്ങളാളാ. അപ്പൊ ഞങ്ങൾക്ക് സമാധാനം. ഞങ്ങൾ എപ്പോഴും ഹക്കിൽ തന്നെ, ഞങ്ങൾ തെറ്റിയിട്ടേ ഇല്ല. എവിടെയും തെറ്റിയിട്ടില്ല. ശംസുല്ലുലമ ആരാ മഹാനർ? ശംസുല്ലുലമ മാത്രമല്ല കൂട്ടര്, സമസ്ത കേരള ജനത്തുല്ലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം നൽകിയ ഓരോ മഹാന്മാരുടെ ചരിത്രമെടുത്തു നോക്കിയാലും അത്ഭുതമാണ്. ഇന്ന് ഹയാത്തിലിരിക്കുന്ന മഹാനായ വലിയുള്ളായി തഖിയുദ്ദീൻ സി കോയക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജമിഅത്തുല്ലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മരക്കാരൻ മഹാനായ വലിയുള്ളായി കോയക്കുട്ടി ഉസ്താദ് ഇന്ന് ഹയാത്തിലുണ്ട്. പ്രായമേറെയുണ്ട്. മഹാനൊരു ജീവിതം കണ്ടോ? ഫേസ്ബുക്കും വാട്സപ്പൊന്നും മഹാനൊക്കില്ല. മഹാനർ ആക്രം ചിന്തിച്ചിരിക്കുകയാണ്. ലക്ഷോപലക്ഷം വരുന്ന ആൾക്കാർ SKSന്റെ പിന്നെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സമർക്കന്തിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയപ്പോ ആ ലക്ഷോപലക്ഷം വരുന്ന മുഅ്മിനീങ്ങളുടെ മുമ്പില്, തങ്ങന്മാരുടെ മുമ്പില്, ഔലിയാക്കന്മാരുടെ മുമ്പില്, ആലിമീങ്ങളുടെ മുമ്പില്, പണക്കാരുടെ മുമ്പില് മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞത് ആഖിറമാണ്, പരലോകമാണ്, ഖബർ ജീവിതമാണ്. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് തന്റെ വീട്ടുവളപ്പിന്റെ അടുത്തുള്ള പള്ളിപ്പറമ്പിൽ നാളെ കിടക്കാൻ ഖബർ കുടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴെല്ലാം നാളെ കിടക്കേണ്ട ഖബറിന്റെ അടുത്ത് പോയി കരഞ്ഞു ദുആരക്കുകയാ മഹാനായ കോയക്കുട്ടി ഉസ്താദ്.